പിന്നെ നാക്കിനില്ല എന്ന് പറഞ്ഞ് നമ്മൾ വായി തോന്നിയത് വിളിച്ച് ഷോ ഇറക്കാൻ പോരുത്. നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ ഓനെ മിണ്ടാതെ ഇച്ചങ്ങ് പോ. സോറി ഗൈസ്, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. കഴിഞ്ഞു. പിന്നെ വേണമെങ്കിൽ ഇതുകൂടെ പറഞ്ഞു, നിങ്ങളൊക്കെ എല്ലാം പെർഫെക്റ്റ് ആണല്ലോ, അവരെന്തെങ്കിലും എടുത്ത് പോയിന്റ് ഇടാനുണ്ടെങ്കിൽ അതും ഇട്ടോ, നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കൂടുതൽ ന്യായീകരിച്ച് നിന്ന് മെഴുകി കഴിഞ്ഞാൽ പണി വാളും. ഇപ്പൊ ബിഗ് ബോസ് അതിനെ ഓഡിയൻസിനാണ് കാണിച്ചു കൊടുക്കുന്നത് കാല്. അപ്പൊ ഇവരവിടെ എടുത്തിട്ട പോയിന്റ് കറക്റ്റ് ആണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ മോശമാണ്. നമ്മൾ ബാത്റൂമിനകത്ത് പോകുന്ന കാലിൽ ചവിട്ടി എല്ലായിടത്തും നടന്നിട്ട് അത് സോഫയിൽ കയറ്റി വെച്ചിരിക്കുക എന്ന് പറയുന്നത്, ഇനിയിപ്പോ നമ്മൾ ചെരുപ്പിട്ട് നടക്കുന്നതാണെങ്കിൽ പോലും സോഫയിൽ കാല് വെച്ച് കയറ്റിയിരിക്കുന്ന ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. കാരണം ഇപ്പൊ നമ്മളെ മാമനോ മച്ചാനോ അല്ലെങ്കിൽ കൊച്ചപ്പനോ വാപ്പയോ ഉമ്മയോ അനിയനോ ഏട്ടത്തിയോ ഏട്ടനോ ഒന്നും അല്ല അവിടെ ഉള്ളവര്. അപരിചിതരായിട്ടുള്ള മനുഷ്യരാണ്. ചിലപ്പോ പലരെയും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവും. പക്ഷെ വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലങ്ങളുള്ള വ്യത്യസ്തമായ വീടുകളിൽ നിന്ന് വരുന്ന വ്യത്യസ്തരായ മനുഷ്യരാണ്. അപ്പൊ അവരത് ഡൈജസ്റ്റ് ചെയ്യണമെന്നില്ല, അവർക്കത് പിടിക്കത്തില്ല. ഇവളാരുടെ ഞാൻ ഇരിക്കുന്നതും കൂടെ സോഫയിൽ കാലി കയറ്റി വെച്ചിരിക്കുന്ന അവർക്ക് അറപ്പ് തോന്നുന്നു.